കേരളത്തിലെ മതതീവ്രവാദികൾക്കും അതേപോലെ കോഴിക്കോട് നിന്ന് സംപ്രേഷണം ചെയ്യുന്ന സാറ്റലൈറ്റ് ചാനൽ, അവരുടെ ന്യൂസ് പേപ്പർ ജമാഅത്ത് ഇസ്ലാമി, കേരളത്തിലെ ഖത്തർ ആരാധകർക്കും ഒരു നല്ല വാർത്ത വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലാവും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫേവറേറ്റ് ചാനലായ ഗ്ലോബൽ സുഡാപ്പി ചാനൽ, അതിനെ പാലസ്റ്റീൻ അതോറിറ്റി നിരോധിച്ചു. സന്തോഷമായല്ലോ. ഇസ്രായേൽ നിരോധിച്ചപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം. പാലസ്റ്റീൻ അതോറിറ്റി, അതായത് നിങ്ങൾക്കറിയാം PA, അതായത് വെസ്റ്റ് ബാങ്കിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ സംഭവം അൽ ജസീറ എന്ന് പറഞ്ഞ ചാനലിനെ ബ്ലാങ്കറ്റായിട്ട് അങ്ങ് ബാൻ ചെയ്തു. അവർ റിപ്പോർട്ടേഴ്സിനോടെല്ലാം പറഞ്ഞ് പോയി ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. അവരെന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? പാലസ്റ്റീൻ ജനതയുടെ കാര്യം, ഹമാസിൻ്റെ കാര്യം. കാരണം ഗാസയിൽ ഇങ്ങനൊരു മുഴുവനും പടച്ചു വിട്ട ഓരോ കള്ളത്തരങ്ങളായിരുന്നു. ഇത് ഞാനല്ല പറഞ്ഞത്, പാലസ്റ്റീൻ അതോറിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റിലാണ് പറയുന്നത്. കാരണം അവർ കൊച്ചുകുട്ടി ആഹാരമില്ലാതെ വലയുന്നു. ഇതെല്ലാം മാനുഫാക്ചേർഡ്, ഒരാളെ കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ച് ചെയ്യുന്ന, കാരണം ആഹാരം കിട്ടുന്നില്ല, ജനസൈഡ്, വംശീയ കലാപം, എന്തൊക്കെയാണ് അടിച്ചുവിടുന്നത്. എന്തോ ക്യാമ്പയിൻ അവർ നടത്തിയത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ നേരിട്ട് ഇവരുടെ എഡിറ്റോറിയൽ സ്റ്റാഫിനോട് വിളിച്ചു പറഞ്ഞു, നിൻ്റെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്, അത് കണ്ടോണം. പക്ഷെ അവരൊന്നും ചെയ്തില്ല. കാരണം അമേരിക്കയുടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന കാര്യമായ കാരണങ്ങളൊന്നും ഇവർക്കെതിരെ ചെലുത്താൻ അയാൾ പ്രഷറൈസ് ചെയ്തില്ല. അപ്പോൾ എന്തിനാ ഇപ്പം നിരോധിച്ചത്? പാലസ്റ്റീൻ അതോറിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, വെസ്റ്റ് ബാങ്കിൽ ജെനിം എന്ന് പറയുന്ന ഒരു റെഫ്യൂജി ക്യാമ്പുണ്ട്. ഈ ക്യാമ്പിനകത്ത് അവർ നേരിട്ട് നടത്തുന്ന, പാലസ്റ്റീൻ അതോറിറ്റിയാണ് നേരിട്ട് ആ ക്യാമ്പ് നടത്തുന്നത്. ആ ക്യാമ്പിന് ഫുഡും സാമഗ്രികളെല്ലാം മറ്റുള്ള വിദേശ രാജ്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അൽ ജസീറ എന്ന് പറയുന്ന സുഡാപ്പി ചാനലിൻ്റെ ആൾക്കാർക്ക് അതിനകത്ത് പാലസ്റ്റീൻ അതോറിറ്റിയെ മാറ്റിയിട്ട് ഹമാസിനെ കൊണ്ടുവരണം, അതിൻ്റെ നേതൃത്വം. ഇതാണ് സംഭവം. പിന്നീട് എന്താ, അത് ഹമാസിൻ്റെ പല നേതാക്കൾക്കും അവിടെ നിൽക്കാൻ വയ്യ. എവിടെ? ഈ പറയുന്ന ഗാസയിലും അവിടെ നിൽക്കാൻ വയ്യ. കാരണം ഇവന്മാർ കണ്ട അപ്പടെ ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുക ഇവരെ. കാരണം ജെനിൻ ക്യാമ്പ് എന്ന് പറയുന്നതൊരു ഭയങ്കര വലിയൊരു ക്യാമ്പാണ്. അതിനകത്ത് ഈ പറയുന്ന ഇസ്രായേലി പട്ടാളമൊന്നും അങ്ങനെ കയറത്തൊന്നുമില്ല. ഈ PLA, അതായത് പാലസ്റ്റീൻ അതോറിറ്റിയെ മാറ്റിയിട്ട് ഇവരുടെ ഉള്ള 100-300 ഹമാസിൻ്റെ പോരാളികൾ, അതിൽ ഇവർ പറയുന്നത്, അതായത് തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് അതിനകത്ത് പൂർണ്ണമായിട്ട് പഴയ രീതിയിൽ, അതായത് ഗാസയിൽ എങ്ങനെയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്, യുണൈറ്റഡ് നേഷൻ്റെ ഫണ്ടും വാങ്ങിക്കൊണ്ട് ഇതേപോലെയുള്ള പ്രവർത്തനം നടത്തിയിട്ട് ഹമാസിന് വേണ്ടിയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒക്ടോബർ 8, അതായത് ഇവിടെ പോയ സമയത്ത്, ഇസ്രായേലിൽ, നോർത്തേൺ ഇസ്രായേലിൽ കയറിയ സമയത്ത് ഇതിനകത്ത് ഇവരുടെ വോളണ്ടിയേഴ്സ് എന്നാണ് പറയുന്നത്. ആരുടെ? ഈ പറയുന്ന UN വോളണ്ടിയേഴ്സ്. ഇത് മുഴുവനെ എക്സ്പോസ് ചെയ്ത് കൊടുത്തു ഇസ്രായേൽ. ഇവർ മുഴുവനും വോളണ്ടിയേഴ്സ് അല്ലേ, ഇവർ ഹമാസിൻ്റെ തീവ്രവാദികളായിരുന്നു. ഇവരുൾപ്പെടെയാണ് ഇസ്രായേലിലോട്ട് കയറി ഈ 1200ഓളം പേരെ കൊന്നത്, മറ്റുള്ളവരെ തടവിൽ കൊണ്ടുപോയത്. ഇവരൊക്കെ വെടിയിച്ചു കൊന്നു. ഇനി മറ്റുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇതിനകത്ത് വരണം, ഇവർ ആ ക്യാമ്പ് നടത്തിക്കോളാം, പാലസ്റ്റീൻ അതോറിറ്റിയെ മാറ്റണം, ഇതിലെ ഡിമാൻഡ്. അതിനുവേണ്ടി പാലസ്റ്റീൻ അതോറിറ്റിക്കെതിരെയുള്ള ഓരോ സ്റ്റോറികൾ, വീഡിയോകളായിട്ട് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവരെ മാറ്റിയിട്ട് ഹമാസിനെ കൊണ്ടുവരണം. ഇതായിരുന്നു ഗെയിം. അതിൻ്റെ പേരിലാണ് അവരിതിൻ്റെ ബ്ലാങ്കറ്റ് ബാൻ ചെയ്തു കൊടുത്തത്. ഇനി മനസ്സിലാക്കുക, ട്രംപ് വരാൻ പോവുകയാണ്. ട്രംപ് വന്ന്, കാരണം ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ പുറത്താക്കി, വെസ്റ്റ് ബാങ്കിൻ്റെ കൺട്രോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് അവിടുന്നും പുറത്താക്കി. പക്ഷേ അവിടെയുള്ള ഈ പാലസ്റ്റീൻ അതോറിറ്റിയുടെ താല്പര്യം കൊണ്ട് അവിടെ ഏകദേശം ഈ ഗാസയിൽ അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, അവരോടും പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഇതിൻ്റെ സംഭവങ്ങളുടെ റിപ്പോർട്ടിംഗ് ഒക്കെ ഇപ്പം അതിന് ശേഷം തുടങ്ങിയേക്കുന്നത് ജോർദാനിൽ വെച്ച്. ഉറപ്പായിട്ടും ജോർദാൻ കിങ് ഇവരെ പുറത്താക്കാൻ ട്രംപ് വന്നു കഴിഞ്ഞാൽ, ട്രംപ് ഒരു കാരണവശാലും ഖത്തറിൻ്റെ ഈ ടെററിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മീഡിയ എൻ്റർടൈൻ ചെയ്യത്തില്ല. നിങ്ങൾ കണ്ടോണം ഏത് രീതിയിലായിരിക്കും ഖത്തറിനെതിരെ ട്രംപ് പെരുമാറുന്നത്. ജോർദാനിൽ നിന്ന്, കാരണം സൗദിയിലില്ല, UAE-യിലില്ല, ഈജിപ്തിലില്ല, ബഹ്റിനില്ല, പല രാജ്യത്തും ഇല്ല. എന്തിനാ ഇസ്ലാമിക രാജ്യങ്ങൾ
ഇതിനെ ബാൻ ചെയ്തത്? എന്തിനാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മീഡിയ വണ്ണെതിരെ ആക്ഷൻ എടുത്ത്? ഞാൻ ആദ്യമേ പറഞ്ഞു, കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ റിപ്പോർട്ടിംഗ് ചെയ്തു. തെറ്റായ രീതിയിൽ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പേരിലാണ് ലൈസൻസ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അതായത് പുതുക്കി കൊടുത്തില്ല. പിന്നെ ഇവിടൊക്കെ കുട്ടി ആഘോഷിക്കുന്ന DY ചന്ദ്രചൂഡ്, എനിക്ക് അയാൾ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഞാൻ പറയാം, കഴിഞ്ഞ 20 കൊല്ലത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ ചീഫ് ജസ്റ്റിസുമാണ് അയാൾ. കാരണം ഇന്ത്യ കംപ്ലീറ്റ്, കാരണം അയാൾ എന്തുവാണ് പറഞ്ഞത് അതല്ല അയാൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രചൂഡ് ചെയ്ത പല വെർഡിക്റ്റും തെറ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ഇഷ്യൂ. എന്തിന് ഈ പുല്ലിനെ ലൈസൻസ് കൊടുക്കേണ്ട ആവശ്യം? എൻ്റെ ചോദ്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, എന്തിനാ ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്? ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ചെയ്യുന്ന ജമാഅത്തിയുടെ ഒരു ചാനൽ, അവരെ ഇപ്പോഴിത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം DY ചന്ദ്രചൂഡിന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ലൈസൻസും ഇന്ത്യയുടെ ഇവിടുന്ന് കിട്ടുന്ന ടാക്സും വെച്ച് അഡ്വർടൈസ്മെൻറ്റും കൊടുത്ത് പോകുന്ന ഒരു ചാനൽ, ആ ചാനൽ ഇന്ത്യക്കെതിരെയാണ് മുഴുവനും പറയുന്നത്. ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗൻഡയാണ്. അതിന് എന്തിനാ ലൈസൻസ് ഇത് റിന്യൂ ചെയ്യാൻ പറഞ്ഞ്? അതുകൊണ്ട് DY ചന്ദ്രു വെറും ഒരു മയിലാണ് ഞാൻ പറയുന്നത്, വെറും പൊട്ടൻ. പിന്നെ അയാളുടെ അവസാനത്തെ ഒരു വിധിയുണ്ട്, അതായത് ഇയാൾ തന്നെ ബെഞ്ചിലിരുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ഒന്നായ സംഭവമാണ് അയോധ്യ ഒഴികെയുള്ള അമ്പലങ്ങളുടെ, ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവല്ലേ കാരണം ഇയാളെ പറ്റി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം, അതായത് പഴയ സ്റ്റാറ്റസ് കോ. പിന്നീട് അയാൾ തന്നെ ഒരു ഭൂലോക മണ്ടത്തര നിധി കൊണ്ടുവന്നു എല്ലായിടത്തും സർവേ നടത്താൻ. ഇന്ത്യയിൽ എല്ലായിടത്തും സർവേ നടത്തുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാജ്യമായിരുന്നു. ഇവിടെ എല്ലാ അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണ്, എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞ് ഈ സംഭവങ്ങൾ കാണാം, വിഗ്രഹം കാണാം, അതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്നെ അമ്പലത്തിൻ്റെ പുറകിലാണെന്ന് പോകുന്നേ. ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യണം. എല്ലായിടത്തും വിഷയം ഉണ്ടായത് കണ്ടോ, ഓരോ ഭാഗത്തും. ചിലയിടത്ത് വെടിവെപ്പുണ്ടായി, 6-7 പേര് കൊല്ലപ്പെട്ടു, ഉണ്ടായി, ഓക്കെ, സംഭവം ഉണ്ടായി, പണ്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി, അത് അവസാനം അയോധ്യ കിട്ടി, അവിടെ സംഭവങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ഇനി അത് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ഇതുണ്ടാക്കി ഞാൻ പൂർണ്ണമായിട്ട് അയാളെ എതിർക്കുന്നു. വെറും വൃത്തികെട്ടവനായിരുന്നു അവസാനത്തെ ജഡ്ജ്മെൻറ്റ്. ഭയങ്കര ഡൈസി ഫെലവായി മാറി, ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് മുഴുവനും പോയി. അപ്പം അങ്ങനല്ല ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. ഞാൻ ആ ടോപ്പിക്കിലല്ല, ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പം ഇതിനകത്ത് ഇയാൾ ഈ കൊടുത്ത ജഡ്ജ്മെൻറ്റിനകത്ത് ഇതേപോലെ പല ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നും പറഞ്ഞുകൊണ്ട്. എന്ത് തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യ വിമർശിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ ഭീകരന്മാരെ അവരെ ഒരു കാരണവശാലും പോരാളികളെന്നും ഈ പറയുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഭീകരവാദികളെന്നും അവർ ക്രൂരതയാണ് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് പോർട്രേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. സോ വി ഹാവ് ടു ഒപ്പോസ്. പിന്നെ അത് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ട്രംപ് വരികയും ഈ പറയുന്ന ചാനൽ, ഞാനൊരു കാര്യം പറയാം, ഇത് ലോകത്ത് പലയിടത്തും റെസ്ട്രിക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ യൂട്യൂബിൽ കിട്ടുന്നുണ്ട്, എനിക്കറിയത്തില്ല സാറ്റലൈറ്റ് ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ. അതുപോലെ ഇപ്പോൾ ഇന്ത്യ ബാൻ ചെയ്യേണ്ടി വരും. കാരണം ആ രീതിയിൽ വളരെ താറാ രീതിയിൽ ഭീകരപ്രവർത്തകരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ചാനലായിട്ട് മാറി. കാശ്മീരിനെ പറ്റിയൊക്കെ അൽ ജസീറ പറഞ്ഞ സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ ബാൻ ചെയ്യാൻ പോയത്. അപ്പോഴാണ് ഖത്തർ ഭരണാധികാരി ബോധ്യമായിട്ട് സംസാരിച്ച് ഇനി അവർ ആ രീതി ചെയ്യത്തില്ല. കാരണം അവിടെയുള്ള ടെററിസ്റ്റുകളെ മുഴുവനും സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി കളഞ്ഞവന്മാർ. മനസ്സിലാക്കുക, ഇതിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അതിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ് കേരളത്തിൽ ഈ പറയുന്ന മീഡിയ വൺ ചാനലും അവരുടെ ന്യൂസ് പേപ്പറും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും. ഉറപ്പായിട്ടും മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടിയുള്ള ചാനലല്ല, ഇത് ബേസിക്കലി ടെറർ ചാനലാണ്, അൽ ജസീറ പോലെ. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുള്ള രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിനകത്ത് ഇത്രമാത്രം വിഷം നിറയ്ക്കുന്നൊരു ചാനലാണിത്. അതിനെ ബാൻ ചെയ്യണം ബേസിക്കലി. ഇപ്പം പലയിടത്തും ഇത് ബേസിക്കലി ഈ അറബ്സിനൊന്നും ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടൊന്നും അറിയത്തില്ല ഇവരെ പറ്റി. ഇപ്പം ഇതിനെപ്പറ്റി അറബിലൊക്കെ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യത്ത് ബാൻ ചെയ്തു പോകും, ഉറപ്പായിട്ടും ബാൻ ചെയ്തു പോകും. കാരണം ഈ അറബ് രാജ്യങ്ങളെല്ലാം ഗ്ലോബലായിട്ട് തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ്.
കാരണം അവർ ഗ്ലോബൽ പെർസ്പെക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിനകത്ത് അവർ ഒരു കാരണവശാലും മത തീവ്രത കൂട്ടാൻ വേണ്ടി അവർ അനുവദിക്കത്തില്ല. ഈ സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും മറ്റ് പല രാജ്യത്തും ഇതിനെപ്പറ്റി നേരായിട്ടുള്ള ഐഡിയ കിട്ടി ഈ പുല്ല് ബാൻ ചെയ്യും. ഇവരെ അടുപ്പിക്കത്ത് പോലും ഇല്ല. കാരണം ഉണ്ടാകേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകം ഭയങ്കരമായിട്ട് ചേഞ്ചായി. അതായത് തീവ്രവാദത്തെ ലോകം എതിർക്കാൻ തുടങ്ങി. ഭൂരിഭാഗം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളാണ് എതിർക്കുന്നത്. അപ്പം അതിൻ്റെ സംഭവം തന്നെയാണ് ഇന്തോനേഷ്യയിൽ മത തീവ്രവാദ ചാനലെല്ലാം ബ്ലാങ്കറ്റ് ബാനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. സെർമൻസ് കൊടുക്കുന്ന ചാനൽ അത് ആദ്യം ഗവൺമെൻറ് അതോറിറ്റി പരിശോധിക്കും. എന്തിനാണ് സൗദി അറേബ്യ ചെയ്തത്? അവർ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അവിടെ സെർമൻ കൊടുത്തതിന് മുമ്പ് ഗവൺമെൻറ് അവിടെ റിലീജിയസ് അതോറിറ്റിന്ന് പെർമിഷൻ മേടിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഈ ഗ്ലോബൽ ചേഞ്ച്. അപ്പോൾ അൽ ജസീറ അവിടെ മാത്രമല്ല, ഇനി പലയിടത്തും ബാൻ ചെയ്യും. അതുകൊണ്ട് ഈ അൽ ജസീറ അപ്പോൾ 2 പേർക്കും ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമുണ്ടല്ലോ, മിനി പാകിസ്ഥാൻ, അവിടെ നിന്ന് അവർക്ക് കൂടുതൽ ബ്രോഡ്കാസ്റ്റും സൗഹൃദം വ്യൂവർഷിപ്പും ഉണ്ടാകുന്നതാണ്. അവർക്ക് അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രത്യേക വീഡിയോയിൽ അവർക്ക് ആശംസകൾ നേരുന്നത്.